അതാരായി വേടെന്ന അവൾ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ വേടൻ്റെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ പാട്ടൊന്നും കേട്ടില്ല. ആകെ എനിക്കറിയാവുന്ന ആ മഞ്ഞുമൽ ബോയ്സിലെ ഒരു പാട്ടെന്തോ ഇല്ല, ആ ഒരു പാട്ടാണ് അറിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേടനെ പറ്റി. വേടൻ്റെ അവാർഡ് ഒട്ടും ഡിസേർവിങ് അല്ല എന്ന രീതിയിലൊരു വീഡിയോ ആണ് ഇട്ടത്. അത് നമ്മുടെ ഒരു അഭിപ്രായം അല്ല ഇട്ടത്, കോമൺ ആയിട്ട് ആളുകൾ പറയുന്നൊരു കാര്യത്തെ പറ്റിയാണ് അത് ഇട്ടത്. അപ്പം എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും ഒട്ടും ആളെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഇട്ടപ്പോൾ കുറച്ച് ചില കമൻറ്റുകളൊക്കെ കുരുപൊട്ടിയിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വേടനെ സപ്പോർട്ട് ചെയ്തത് ശരിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു 50% എങ്കിലും ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം മുമ്പ് നമ്മുടെ സംസ്ഥാന അവാർഡുകൾ കിട്ടിയപ്പോൾ ഹോം എന്ന സിനിമയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ദിലീപിൻ്റെ കേസ്, അങ്ങനെ കേസുകളൊക്കെ റീസൺ പറഞ്ഞാൽ അവർ എല്ലാവരും ഈ അവാർഡിൽ നിന്ന് അവർക്ക് അവാർഡ് വിന്നിങ് ആകാനുള്ള യോഗ്യത ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള പീഡനാരോപണങ്ങൾ ഇങ്ങനെയൊക്കെ നേരിടുന്ന റീസൺ കൊണ്ട് അവർക്ക് അവാർഡുകളൊന്നും കൊടുക്കുക ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വേടൻ്റെ കേസ് വന്നപ്പോൾ രണ്ട് ന്യായം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. അപ്പോൾ വേടൻ്റെ കേസെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയായിട്ടും അംഗീകരിച്ചിട്ടും ഉള്ള വേടൻ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ നേരിടുന്നതേ ഉള്ളൂ. പക്ഷേ വേടൻ്റെ കേസിൽ അങ്ങനെയല്ല, പുള്ളി പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടുണ്ട് തെറ്റുപറ്റിപ്പോയി എന്നും. അതുപോലെ തന്നെ കഞ്ചാവ് കേസുകളും പുള്ളിയുടെ പേരിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്ര വിദ്യാസമ്പന്നരാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ മലയാളികൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ മലയാളികളുടെ ഒരു ചിന്താഗതിയുടെ പോക്ക് എന്ന് സത്യം പറഞ്ഞ് ആലോചിച്ച് പോവുക, വേടനെ പോലെ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ വേടൻ ആരാണ് എന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കറിയില്ല. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. അവളോട് കഴിഞ്ഞ ദിവസം വേടൻ്റെ കേസ് നീ കണ്ടല്ലേ, ഞാനെ പറ്റി ഒരു വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞതിനും അതാരായി വേടെന്ന അവൾ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആർക്കിടയിലാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും യുവതലമുറയായിട്ടുള്ള കുട്ടികൾക്കിടയിലാണ് അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വേടൻ്റെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ പാട്ടൊന്നും കേട്ടില്ല. ആകെ എനിക്കറിയാവുന്ന ആ മഞ്ഞുമൽ ബോയ്സിലെ ഒരു പാട്ടെന്തോ ഇല്ല, ആ ഒരു പാട്ടാണ് അറിയുന്നത്. ഉറപ്പായിട്ടും നല്ല സോങ്ങാണ്. അപ്പോഴും മഞ്ഞുമൽ ബോയ്സിലെ സോങ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുമില്ല. അപ്പം ആ സോങ് പിന്നെ പതിയെ മനസ്സിലായി മഞ്ഞുമൽ ബോയ്സിലെ സോങ്ങാന്നുള്ളവർ, അതൊക്കെ നല്ലത് അംഗീകരിക്കുന്നു, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മുമ്പുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ അവർക്കൊക്കെ നിഷേധിച്ചത് എന്തുകൊണ്ടാണ് വേടന് കിട്ടിയത്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത അവാർഡ് നമ്മളൊരു സർക്കാർ കൊടുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് എന്താണ് നമ്മുടെ സർക്കാർ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ അവാർഡുകൾ പോലും നോക്കിയാൽ, പല അവാർഡുകളും നിങ്ങൾ നോക്കി, ഓസ്കാർ പോലെ അവാർഡുകളിൽ പോലും ഇങ്ങനെയുള്ള കേസുകൾ നേരിടുമ്പോൾ അത് പിൻവലിക്കാറ് പോലും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓൾറെഡി അംഗീകരിച്ച ഒരാൾ കഞ്ചാവും പെണ്ണ് കേസും എല്ലാം ഉള്ള ഒരാൾക്ക് ഇത് കൊടുക്കാൻ ഒരു രീതിയിൽ അർഹതയില്ല. എത്ര മഹത്തരമായ സൃഷ്ടി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ആരോപണം നേരിട്ട് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതിനോട് ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതെന്തിൻ്റെ പേരിലാണ് എന്ന് കുറച്ച് ഡീപ്പായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പലതും ചിന്തിച്ചു പോകും, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അത് ഒരു രീതിയിൽ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. മഹത്തരമായ സൃഷ്ടിയാണോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ? അത്ര മഹത്തരമാണോ ശരിക്കും പറഞ്ഞാൽ? ആ സോങ് അത്ര മഹത്തരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അതിലും എത്രയോ നല്ല സോങ്ങുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് സപ്പോർട്ട് ചെയ്ത് അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. പറയാനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ വേടന് ഇതുപോലെ സപ്പോർട്ട് എങ്ങനെ കിട്ടി? ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആ സിമ്പതിയും എന്താ പറയുക, അതുകൊണ്ട് ഒരു നല്ലൊരു വിഭാഗം ആളുകളെ അയാളുടെ അടുത്തേക്ക് സപ്പോർട്ട് നേടിയെടുക്കാനായിട്ട് തന്ത്രപരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അതായത് ജാതിയുടെ പേര് പറയുമ്പോൾ നല്ലൊരു വിഭാഗത്തിൽ നൈസായിട്ട് അയാളുടെ സൈഡിലേക്ക് അതിൻ്റെ പേര് പറഞ്ഞ് കൊണ്ടുവരിക, അതുപോലെ നിറത്തിൻ്റെ പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഏതൊരു ഇന്ത്യക്കാരനും ഒരു സായിപ്പിൻ്റെ അടുത്ത് പോയി നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ നിറം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ജാതീയത എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് ഈ ജാതീയതയെ പറ്റി? ഈ വേടൻ ഏത് ജാതിയാണെന്നോ എന്താണെന്നോ പോലും എനിക്കറിയത്തില്ല സത്യമായിട്ട് എന്ത് ജാതിയാണ്. നമ്മൾ കേൾക്കുന്ന പാട്ടൊക്കെ ജാതിയും മതവും അന്വേഷിച്ചാണോ നമ്മൾ നടക്കണത്? ഒരിക്കലും അല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വിഭാഗം ആളുകളെ അവരുടെ അടുത്തേക്ക് സപ്പോർട്ട് നേടുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടും എന്ത് സംഭവമാണ് ഒരു സംഭവത്തെ ഇപ്പം നമ്മൾ എന്ത് കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ രക്ഷപ്പെടാനുള്ള അടുത്ത തന്ത്രം എന്താണ്? ഒരു സംഭവത്തെ, ഒരു വിഭാഗത്തെ അവരുടെ സൈഡിലേക്ക് ആക്കുക. അത് തന്നെയാണ് ഇതും. അപ്പോൾ തലയിൽ കുറച്ച് മൂളയുള്ളവന് ഈ അവാർഡൊക്കെ എന്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെ നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഇതൊന്നും നിങ്ങൾ ഏത് അവാർഡ് കൊടുത്തോളൂ, എന്ത് അവാർഡ് കൊടുത്തോളൂ, പക്ഷേ ബുദ്ധിയുള്ള മലയാളികൾക്ക് ഇതൊക്കെ മനസ്സിലാകുമെന്ന് മനസ്സിലാക്കുക. കുറച്ച് ആളുകൾ ഇപ്പോഴും നേരം വെളുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ പീഡന കേസുകൾ വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ ഒരാൾക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ അന്നേരം എന്താ പറയുക നോക്കാം. അപ്പോൾ അവൻ്റെ സൃഷ്ടി മഹത്തരമാണ്, അതിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. അവൻ ചെയ്ത് പ്രവർത്തിക്കല്ല. എന്ത് സംഭവമാണെങ്കിലും ഈ വക പ്രവൃത്തികളെ ചെയ്ത് നടക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതിന് ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ മലയാളികൾ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു പോകുന്നത് ഒട്ടും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഒട്ടും ഒരു എന്താ പറയുക ശരിയായിട്ടുള്ള ഒരു മാർഗദൃഷ്ടി അല്ലാന്നേ നമുക്കിത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നലെ ഇട്ടപ്പോൾ നല്ല രീതിയിൽ കുരുപൊട്ടി പലരും കമൻ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് പോയി പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെടുത്ത് നോക്കിയപ്പോഴാണ് ഒരു വ്യക്തി ഇട്ടേക്കുന്നു, ഏത് കലാകാരനാണ് എന്താ പറയുക സ്ത്രീ വിഷയത്തിലാണെങ്കിലും ലഹരി ഉപയോഗിക്കാത്തത് എന്നും. അപ്പോൾ നമ്മുടെ പഴയ തലമുറയിലുള്ള മഹാന്മാരായ കലാകാരന്മാരൊക്കെ അപ്പോൾ ഇതായിരുന്നു പണി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഈ ചിന്താഗതികളൊന്നും ശരിയല്ല. ഇതുപോലെയുള്ള ആളുകളെ അവരെത്ര മഹത്തരം കാട്ടി വെച്ചാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മഹത്തരം ആണെങ്കിലല്ലേ മഹത്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ മാതിരി തട്ടിക്കൂട്ടുകൾക്ക് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്താണെങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ നിങ്ങളെ പറ്റിച്ച് സിമ്പതി പിടിച്ച് പറ്റുന്നവരെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.